ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീസ് ടോക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയിൽ പോകാനുണ്ട്. സത്യം പറഞ്ഞ സ്ഥലം ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ഡൺ അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ഞങ്ങൾ സ്വാഭാവികമായിട്ടും കാറിനാണ് പോവാറ്. പക്ഷേ ഇപ്രാവശ്യം സ്ഥലം അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല സ്ഥലം എവിടെയാണ്. സോ അത് കാരണം ബസ്സിലാണ് ഗേസ് പോയത്. ബസ്സിൽ കയറിയപ്പോൾ അധികം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നല്ല തകർപ്പ് മഴയായിരുന്നു ഗേസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ ഏതോ ഒരു സ്റ്റാൻഡിൽ ഇറങ്ങി. സ്റ്റാൻഡിൽ എത്തനേക്കാട്ടി മുപ്പിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് അപ്പം മഴ ഉണ്ടായില്ല. ഞങ്ങൾ നടന്ന് പിന്നെ ഒരു സ്റ്റാൻഡിൽ കയറി. ആ സ്റ്റാൻഡ് അധികം വലിയ സ്റ്റാൻഡൊന്നുമില്ല, കുഞ്ഞ് സ്റ്റാൻഡായിരുന്നു. എന്നിട്ട് അവിടെ കയറി. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ്സും കയറി. അപ്പോഴും നല്ല ശമനമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ബസ്സിലിരുന്ന് എന്നിട്ട് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് കേസ് അടിപൊളി മഴ വീണ്ടും തുടങ്ങി. ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ബസ്സിൽ നല്ല തിരക്ക്, ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോ പ്രോബ്ലം ഇടും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഞാൻ മരിച്ചെന്ന് പറയാം. ഞാൻ നേരത്തൊക്കെ എണിച്ചായിരുന്നു, ഗുഡ് ഗേൾ അല്ലേ, നേരത്തൊക്കെ എണിച്ച്. അതുകൊണ്ട് അത് കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ ഈ ബസ്സിൽ കയറി ഇറങ്ങുക എന്നുള്ളൊരു ഇതായിരുന്നു ഏറ്റവും കൂടുതൽ. 5-6 ബസ്സെങ്കിലും കയറി ഇറങ്ങി കാണും. ലാസ്റ്റ് ആ പള്ളിക്ക് പോകണ ബസ്സിൽ കയറിയപ്പോൾ അതിൻ്റെ ആ റൂട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ മോനെ സീൻ വ്യൂ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യൂ. ഫുള്ള് മേഘവും ഫുള്ള് പച്ചപ്പും ഈ ഒരു സംഭവമൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അധികം വലിയ ഷോക്കായിരുന്നു ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോഴാട്ടോ. അത് ശരിക്കും എന്തോ ഒരു പടം വരച്ച് വെച്ചേക്കുന്ന മാതിരി ഉണ്ടായിരുന്നു. പക്ഷേ ഫോണിൽ കൂടെ കാണുമ്പോൾ അത്രയ്ക്ക് തോന്നുന്നുണ്ടല്ലോ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര പീസ്ഫുള്ളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ അവിടെ കയറി അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ കഴിച്ച് വെച്ചിരുന്നു. അപ്പോഴാണ് ഒരു പ്രാവ് നല്ല വിങ്ങുണ്ടായി. പ്രാവിനെ കാണിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതെന്നെ കണ്ടപ്പോഴേക്കും പറന്നു പോയി പോട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബസ്സും കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വിചാരിച്ചു സ്റ്റാൻഡിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ ലേറ്റായിട്ട് 2 ഫുഡ് കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും ഉച്ചമുക്കാലൊക്കെ ആയി കാണും. അപ്പം വിശപ്പിൻ്റെ വിളി വന്ന് നേരെ ഫുഡും കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചത്. ഞാൻ എവിടെ പോയാലും ബിരിയാണി കഴിക്കുള്ളൂ. സോ അവിടുത്തെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. ബസ്സിൽ സൈഡ് സീറ്റാണ് കിട്ടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ സൈഡ് സീറ്റ് കിട്ടിയത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാധാ സീറ്റ് കിട്ടി. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പാട്ടൊക്കെ വെച്ച് നല്ല രസമായിരുന്നു. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി. ഞാൻ ഈ ചിരിക്കണ രഹസ്യൻ്റെ ഉമ്മ പിന്നിലൊന്ന് കളിയാക്കിയിരുന്നു ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.